അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കേൾസ്, ഹീറ്റ്ലെസ് കേൾസ്, ഒരു ടൂൾസും യൂസ് ചെയ്യാണ്ട്, ഹീറ്റിംഗ് ടൂൾസ് ഒന്നും യൂസ് ചെയ്യാണ്ട് എങ്ങനെയാണ് മുടി കേൾ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് അലോപേഷ്യ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തലയിൽ, അതായത് മുടിയിൽ ഒരുവിധ ഹീറ്റിംഗ് ടൂൾസും കെമിക്കൽ ട്രീറ്റ്മെന്റ്സും ഒന്നും തന്നെ ചെയ്യാറില്ല. സോ മനുഷ്യന്മാരായ ഇങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അതിന് വേണ്ടി ഈ ഒരു മെത്തേഡാണ് ഞാൻ ട്രൈ ചെയ്യാറ്. എനിക്ക് കേൾസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ എങ്ങനെ കേളിങ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് വേണ്ടത് കോമ്പാണ്. പിന്നെ സെക്കൻഡ് ഒരു ടൈ. ഇതങ്ങനെ നിർബന്ധമൊന്നും ഇല്ല, പക്ഷെ ഞാൻ എന്തിനാന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളുടെ മെയിൻ ആയിട്ട് ഉള്ള സാധനം എന്താന്ന് കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടും. സോക്സ്. ഇത് ആക്ച്വലി വാവയുടെ സോക്സ് ആണ് കേട്ടോ. ഇതേ കണ്ട, ഈ കുഞ്ഞ് സോക്സ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ തല നല്ല സൂപ്പറായിട്ട് കേൾ ചെയ്യണത്. ഇത് എൻ്റെ കയ്യിൽ ഒരു 12 സോക്സ് ഉണ്ട്, അതുകൊണ്ട് 6 pairs ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ മുടി കേൾ ചെയ്യണത്. ആൻഡ് മെയിൻ ആയിട്ട് നമ്മൾ കേൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സെമി ഡ്രൈ, നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു സെമി ഡ്രൈ ആയിട്ടിരിക്കില്ലേ, കുറച്ച് നനവ്, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നല്ല മുടി നല്ല ടൈറ്റ് കേൾസ് മാതിരി നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ സോക്സ് ഇല്ല, അതായത് കുട്ടികളൊന്നും വീട്ടിലില്ലാത്ത ആൾക്കാരെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ എന്ന് വെച്ചാൽ പഴയ ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇത്രയുള്ള നീളത്തിലായിട്ട് കുറച്ച് കട്ടിയിൽ മുറിച്ചെടുത്തിട്ട് ഇത് തന്നെ സെയിം ചെയ്യാം. ഓക്കെ, ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മുടി 2 ഹാഫായിട്ട് ഞാൻ പാർട്ട് ചെയ്യും. അപ്പൊ എൻ്റെ മുടി ഇന്ന് ഞാൻ തല കുളിച്ചതാണേ. അപ്പൊ തല കുളിച്ചത് കൊണ്ട് കുറച്ച് നനവുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മുടി ഷോർട്ട് ആയതുകൊണ്ട് ഇതിങ്ങനെ എൻ്റെ ഇടയിൽ വന്ന് ഇങ്ങനെ ഡിസ്റ്റർബ് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ സൈഡ് ഞാൻ കെട്ടി വെക്കുന്നത്. നമുക്ക് ഇതിലൊന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സൗകര്യം. പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ വാവനെ ഉറക്കി കിടത്തിയേക്കാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഷൂട്ട് ചെയ്യുന്ന റൂമിൽ പോയാൽ അവൻ എണീറ്റാൽ എനിക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രോസസ്സ് കാണിച്ചു തന്നാൽ മതിയല്ലോ. അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് സോക്സ് വെച്ചിട്ട് കെട്ടി വെക്കുകയാണ് ചെയ്യുക. ഓക്കെ, കണ്ടോ, നല്ല സൗകര്യമുള്ള സോക്സ് ആണ്. ആദ്യമൊക്കെ കുറച്ച് നമ്മൾ ഇത്ര ഒരു പോർഷൻ എടുക്കുക. ഓക്കെ, എടുത്തിട്ട് ഇങ്ങനെ സോക്സ് ഇങ്ങനെ നമ്മൾ അറ്റത്തുനിന്ന് ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ ചുരുട്ടും. മുടി ഇങ്ങനെ അറ്റത്തുനിന്ന് നന്നായിട്ട് ചുരുട്ടി ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ സോക്സ് എൻ്റെ 2 അറ്റമില്ലേ അത് വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടി വെക്കും. കടാ, അത് തന്നെ ഞാൻ എൻ്റെ ഈ സൈഡ് ഫുള്ള് ചെയ്യാണ്. ഓക്കെ, നനവില്ലാത്ത മുടിയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നനച്ചാൽ മതി. ഓക്കെ, കുറച്ച് നനവുണ്ടെങ്കിലാണ് ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യണത്. അധികം നനവില്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യത്തില്ല മുടി. ഓക്കെ, ഇപ്പം എൻ്റെ ഒരു സെക്ഷൻ നല്ല ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. 2-3 മിനിറ്റ് എടുക്കുള്ളൂ സത്യം പറഞ്ഞാൽ. ഇത് എന്നിട്ട് നമ്മൾ ഇത് തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ സെക്ഷനിലും ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റൈല്, അതായത് ഇങ്ങനെ കേൾ ചെയ്യണത് ഇപ്പോൾ രാവിലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാനുണ്ടെങ്കിൽ രാത്രി നമുക്ക് ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങാം കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കും രാവിലെ ആകുമ്പോഴത്തേക്കും കുളിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കൂടി ഒരു ഷവർ ക്യാപ്പ് ഇടും. അപ്പോൾ മുടി ഫുൾ നനയാണ്ട് ആ ഷവർ ക്യാപ്പിൻ്റെ ഉള്ളിൽ ഇരിക്കുമല്ലോ. എന്നിട്ട് പോയി കുളിച്ചിട്ട് വരും. എന്നിട്ട് ഇത് ഫംഗ്ഷന് മൊത്തം റെഡി ആയി കഴിയുമ്പോഴത്തേക്കും ഇതങ്ങോട്ട് അഴിക്കും. അപ്പം അടിപൊളി സൂപ്പർ കേൾസ് കിട്ടും. കണ്ട, ഇത് ഏത് ലോങ് ഹെയറിനാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഷോർട്ട് ഹെയർ എന്ന് വെച്ചാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ കേൾ ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ കൂടി ചുരുണ്ട് കയറിയിരിക്കും. അപ്പോൾ ഒരു മീഡിയം ടു ലോങ് ഹെയറിന് ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇപ്പം ഞാൻ ട്രൈ ചെയ്യണില്ല, എനിക്കങ്ങനെ നീളമുള്ള മുടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇഷ്ടം. ഇപ്പം ഞാൻ എൻ്റെ ഓരോ നല്ല ഡ്രസ്സുണ്ടല്ലോ കാണാൻ വേണ്ടി.
ഇപ്പം എൻ്റെ ഓരോ സൈഡിൽ 6 സോക്സ് വീതമാണ് ഞാൻ കെട്ടിയേക്കുന്നത്. മുടിക്ക് ചെറിയൊരു നനമുള്ളൂ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ ഞാൻ വിടുക. ഓക്കെ, 2-3 മണിക്കൂർ. ഇതൊന്നും ഡ്രയർ വെച്ച് ചൂടാക്കി ഒരു പരിപാടിയും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ യൂഷ്വലി ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കെട്ടിയിട്ടിട്ട് ഉച്ചയ്ക്ക് പോയി കിടന്ന് ഉറങ്ങും. ഇതാണ് ഞാൻ ചെയ്യണത്. ഉറങ്ങി കഴിച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി കേൾസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മുടിയിൽ അങ്ങനെ ഒരു ടൂൾസും ഒരു സ്പ്രേ ഒന്നും യൂസ് ചെയ്ത് ഞാൻ സെറ്റിംഗ് സ്പ്രേ പോലും യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ഒരു സെറ്റിംഗ് സ്പ്രേ അല്ലെങ്കിൽ മറ്റേ ഹെയർ സ്പ്രേ ഇല്ലേ അതങ്ങ് അടിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഞാനിനി ഇവിടെ കിടക്കാൻ പോണേ. എന്ന് ചിലപ്പോഴേ ഉറങ്ങുള്ളൂ. എനിക്കങ്ങനെ ഉറക്കം വരണില്ല. കോമൻസിനൊക്കെ റിപ്ലൈ ഉണ്ട്. അപ്പോൾ ഇത് ഞാനിനി ഇതിങ്ങനെ തന്നെ ഇടാൻ പോവാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ വൈകുന്നേരം ഒരു 5-5:30 ആകുമ്പോഴത്തേക്കും കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ 2 മണിക്കൂറൊക്കെ തന്നെ ധാരാളം മതി. നനവ് വേണമെന്നുള്ളൂ മുടിക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഈസി പരിപാടി ഹെയർ കേൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്കിനി അഴിക്കുന്ന സമയത്ത് കാണാം. ഹായ് ഇപ്പോൾ ഒരു 5:30 നമ്മളൊരു 3 മണിക്കാണ് ഇത് കെട്ടിയത്. ഇനി ഇത് അഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി അഴിക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ലേറ്റ് ബട്ട് സ്റ്റിൽ ഇതൊക്കെ കണ്ട ടങ് നല്ല എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള കേൾസ് ആണ് ഇത് വെച്ചിട്ട് കിട്ടണത്. കേട്ടോ, മുടിക്കൊരു ഹാമും ഇല്ലാണ്ട്. ഇപ്പോൾ നമ്മളുടെ ഈ ഫുള്ള് കേൾസ് അഴിച്ചിരിക്കുകയാണ്. ഇനി അത് എങ്ങനെയാണ് ഞാൻ യൂഷ്വലി സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ പയ്യെ അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ കണ്ട ചീപ്പ് വെച്ചിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഇത് കണ്ട ഇത് ഇങ്ങനെ വിടിയിച്ച് കൊടുക്കണം. ഇങ്ങനെ ഓരോ കട്ടക്കട്ടായിട്ടാണ് ഇരിക്കണേ. അപ്പോൾ അതിനെയൊക്കെ ഞാനൊന്ന് ഇങ്ങനെ വിടിയിച്ച് കൊടുക്കും. കണ്ടോ, ഇപ്പൊ നമ്മളുടെ മുടി നമ്മുടെ ചുരുണ്ട മുടി അല്ലെന്ന് ആരെയും പറയൂ. ഇത് കണ്ട പയ്യെ കേട്ടോ, ഒത്തിരി വലിക്കരുത്. കേൾസ് പോവില്ല. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് സൂക്ഷിച്ച് ചെയ്യുക. അങ്ങനെ പെട്ടെന്നൊന്നും പോണ കേൾസ് അല്ല ഇത് ആക്ച്വലി. അപ്പൊ ഞാനിത് ഇങ്ങനെ കാണിച്ചു തരാം വീഡിയോയിൽ. എന്തായാലും ഞാൻ മുടീൻ്റെ കേട്ടോ ടിങ് ടിങ് ടിങ്. ഇപ്പൊ ഞാൻ മണീൻ്റെ മുടി ബാധിച്ചില്ലേ. അപ്പൊ ഞാനിത് പുറത്ത് പോയിട്ട് നല്ല നീറ്റായിട്ട് അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തേക്കണം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ എഫേർട്ട്ലെസ് ആൻഡ് ഹീഡ്ലെസ് കേൾസ്. നല്ല രസമാണ്. മുടി നല്ല വോളിയമായിട്ട് തോന്നും. പോണിയൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കിയിട്ട് ഇഷ്ടമായോ എന്ന് പറയാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.